അപ്പോൾ എല്ലാവരും എത്തിയെന്ന് വിചാരിക്കുന്നു. സൗണ്ട് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളുടെ സ്റ്റഡി മെറ്റീരിയൽസിന്റെ ലിങ്കും PDF ഒക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ നിങ്ങൾ സാധാരണ റെഗുലർ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്ന അത്ര ടൈമില്ല. നമുക്ക് 4 മണിക്കൂർ കൊണ്ട് ഇത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യണമുണ്ട്. നേരിട്ട് ഞാൻ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ക്ലിനിക്കൽ ഇന്റേൺഷിപ്പ് ആ സെക്ഷനിലൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ഈ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഈ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇതിൽ ആദ്യം വെക്കേണ്ടത്. അത് നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് തന്നിട്ടുണ്ടാവും, വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിലൊരു സൈക്യാട്രിസ്റ്റും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും കൂടി ഉള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് അതിൽ വന്നിട്ടുള്ളത്. അതിൽ കുറച്ച് പരിമിതികളുണ്ട്. കാരണം നോർമൽ ആയിട്ടുള്ള ഒരാളാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ റിയാക്ഷൻ ആയിരിക്കില്ല നമ്മളൊരു ക്ലിനിക്കില് നിങ്ങളൊരു ഇന്റേൺഷിപ്പിനൊക്കെ പോകുന്ന സമയത്ത് ഉണ്ടാവും. സാധാരണ ഒരാളെ നമുക്ക് കാണുന്ന സമയത്ത് അയാൾ നോർമൽ ആണോ, അയാൾക്ക് എന്തെങ്കിലും മെന്റലി ചാലഞ്ച്ഡ് കണ്ടീഷൻസ് ഉണ്ടോ എന്നറിയാൻ സാധാരണ ആൾ ഉപയോഗിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, പരിഗണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അയാളുടെ ഡ്രസ്സിങ്, അയാളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതിനെക്കുറിച്ചൊക്കെയാണ് അവർ പറയുന്നത്. നിങ്ങൾ ഇതൊരു റിപ്പോർട്ടാക്കി എഴുതുന്ന സമയത്ത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇതിനെ കാണണം. അതിൽ ഒരാളുടെ വളരെ ചെറിയ 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 ആസ്പെക്ട്സിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ മൈക്ക് ഓൺ ചെയ്തിട്ട് സംസാരിച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ. ഓക്കെ, മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എന്നുള്ളത് ക്ലിനിക്കൽ ആസ്പെക്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞത്. ഒരു വ്യക്തി മെന്റലി ഹെൽത്തി ആണോ അല്ലേ എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇതിലുണ്ടാവുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ അപ്പിയറൻസ്, അയാൾ നമ്മുടെ ഒരു ക്ലിനിക്കൽ അസസ്മെന്റിന് ഇവാലുവേഷൻ വരുന്ന സമയത്ത് തന്നെ എത്രത്തോളം വെൽ ഡ്രസ്ഡ് ആണ്, അയാളുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ്, ഫേഷ്യൽ ഫീച്ചേഴ്സ് എങ്ങനെയാണ്, മൈക്രോ എക്സ്പ്രഷൻസ്, മാക്രോ എക്സ്പ്രഷൻസ്, ഹൈജീനിറ്റി, കമ്മ്യൂണിക്കേഷനിൽ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, ഫേഷ്യൽ എക്സ്പ്രഷൻസ് എങ്ങനെയാണ്, നമ്മളോട് ഫേസ് ടു ഫേസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, ഗെയ്സ് ഉണ്ടോ, ഇതൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു പ്രോസസ്സിൽ അപ്രോപ്രിയേറ്റ് ആണോ എന്നാണ് ആദ്യമായിട്ട് നോക്കുന്നത്. നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും, കേസ് സ്റ്റഡീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ നിങ്ങളതിൽ വെച്ചിട്ടുണ്ടാവും. നിംഹാൻസിന്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത്, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ഉണ്ട് ഈ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ. പക്ഷെ നിങ്ങൾ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ തന്നിട്ടുള്ള ആ ഒരു പാറ്റേണിൽ ഫോളോ ചെയ്താൽ മതി. അതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള MSc അതിൽ വേണ്ട ബ്രീഫ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങുക എന്നതാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാവണമെങ്കിൽ മിക്കവാറും കേസിലും മെന്റലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടാവാം, ഇമോഷണലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടാവാം, പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. ഇങ്ങനെ കുറെ അബ്നോർമാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഇഷ്യൂസ് ഉണ്ട്. അബ്നോർമാലിറ്റിയിൽ നമ്മൾ പഠിക്കുന്ന പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, സ്കീസോഫ്രീനിയ, മൂഡ് ഡിസോർഡർ, അല്ലെങ്കിൽ ആങ്സൈറ്റി സ്പെക്ട്രം, അങ്ങനെ ഒരുപാട് കണ്ടീഷൻസിൽ വരുന്ന അസുഖങ്ങളും സിറ്റുവേഷൻസ് ഉള്ള ആൾക്കാർ. അപ്പോൾ ഈച്ച് പേഴ്സൺ വിൽ ബി എ ഡിഫറെന്റ് പേഴ്സൺ. അപ്പോൾ നമ്മൾ ഈ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു MScയുടെ പ്രൊസീജിയർ അതേപോലെയൊന്നും ചെയ്തെടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. നമുക്ക് അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് കിട്ടിക്കൊള്ളുന്നില്ല. നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്ന കാര്യം തന്നെ ആയിരിക്കില്ല അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ടോട്ടൽ ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് നമ്മൾ ഒബ്സർവ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ നടത്തുന്ന ഒരു ഇവാലുവേഷൻ എന്ന് വേണം മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷന് കാണാൻ. ഓൺ ദ ബേസിസ് ഓഫ് ദിസ് മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ നമ്മളൊരു ജഡ്ജ്മെന്റിലേക്ക്, ഒരു ഡിസിഷനിലേക്ക് എത്താണ്. ഈ പേഴ്സൺ ഹെൽത്തി ആണോ, എന്തെങ്കിലും സിക്നെസ് കണ്ടീഷൻസ് ഉണ്ടോ, മെന്റൽ ഇൽ കണ്ടീഷൻസ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ഒരു സ്റ്റെപ്പ് 3 എന്നുള്ള അവസ്ഥയിലേക്ക് നമുക്ക് വായിച്ചാൽ മനസ്സിലാവാം. റാപ്പോ എസ്റ്റാബ്ലിഷ്മെന്റ് എന്നുള്ള ഒരു അവസ്ഥ. ഒരു ഹെൽത്തി പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ഈ ക്ലയന്റുമായിട്ട് സൈക്കോളജിസ്റ്റിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അവിടെ റെസിസ്റ്റൻസ് എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട്. നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇൻഹിബിഷൻസ് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഇരിക്കുന്നതെന്ന് അറിയുമ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ അവർ മറച്ചു വെക്കാൻ ശ്രമിക്കും.
നമ്മൾ ചോദിക്കുന്നതായിട്ട് ബന്ധമില്ലാതെ ഇറലവന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ടാവും. ഇതെല്ലാം ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതൊക്കെ ഒബ്സർവ് ചെയ്ത് അതിന് നമുക്ക് ഇന്റർപ്രിട്ടേഷൻസ് കൊടുക്കാൻ പറ്റും. സൈക്കോ അനാലിസിസിൽ നമ്മൾ ഉപയോഗിക്കുന്ന 1-2 ടേംസ് ഉണ്ട്. റെസിസ്റ്റൻസ് അനാലിസിസ്, അതേപോലെ ട്രാൻസ്ഫറൻസ് അനാലിസിസ്. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഈ റാപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവാവുന്ന, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള ഇഷ്യൂസ്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് എത്രത്തോളം ഇന്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എത്ര സമയം കൊണ്ട് ഈ ക്ലയന്റിന് ഉണ്ടാക്കാൻ പറ്റുന്നു, ഇമോഷണാലിറ്റി, കോഗ്നിഷൻ, ബിഹേവിയർ. ഇങ്ങനെ 3 ഡയമെൻഷൻസ് ആണ് അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഒരു കേസ് റിപ്പോർട്ട് എടുക്കുന്ന സമയത്ത് ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഓൾ ടുഗദർ ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇമോഷൻ എങ്ങനെയാണ്, ഏത് മൂഡിലാണുള്ളത്, ഹൈപ്പർ ആക്റ്റീവ് ആണോ, അല്ലെങ്കിൽ ഡിപ്രസീവ് ടൈപ്പ് ആണോ, അല്ലെങ്കിൽ സ്വിങ്ങിങ് ആണോ, ചില സമയത്ത് ഇമോഷൻസ് കൂടിയും കുറഞ്ഞിരിക്കും. അതിന്റെ ആ 3 സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോയില് അതിന്റെ കുറെ എക്സാമ്പിൾസ് അവർ തന്നിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെ ആയിരിക്കും അതിനോട് റിയാക്ട് ചെയ്യാം, ഒരു സാഡ് ആയിട്ടുള്ള സിറ്റുവേഷനോട് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാം, ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷനോട് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക, അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അതൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് നമ്മുടെ ഇമോഷൻ എന്നുള്ള എലമെന്റ് വരും. ദെൻ അഫക്റ്റ് എന്നുള്ള ടേമാണ് അതിൽ അവർ ഉപയോഗിക്കുക. അഫക്റ്റ്, മൂഡ് എന്നൊക്കെയുള്ള 2 ഡിഫറെന്റ് കണ്ടീഷൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ കോഗ്നിഷൻ എന്നുള്ളൊരു എലമെന്റ്, അതിൽ എത്രത്തോളം കണ്ടന്റുകൾ വരുന്നുണ്ട്, കോഗ്നിഷന്റെ തോട്ട്, അത് എങ്ങനെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാം. അതിൽ പലതരത്തിലുള്ള എന്താ പറയാ, തോട്ടിന്റെ കണ്ടന്റ്, തോട്ടിന്റെ ഫ്ലോ, തോട്ടിന്റെ കണക്ഷൻ, തോട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീവിയേഷൻസ്, ഹാലൂസിനേഷൻസിന്റെ പ്രസൻസ്, അല്ലെങ്കിൽ ഡെല്യൂഷൻസിന്റെ കണ്ടീഷൻസ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്റ്റഡി മെറ്റീരിയലിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് ജഡ്ജ്മെന്റ്, ഇവാലുവേഷൻ, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്, അങ്ങനെയുള്ള തോട്ടുമായിട്ട് ബന്ധപ്പെട്ട, കോഗ്നിഷൻ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇതിൽ ചില ക്ലീഷേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പൊതുവെ ചോദിക്കാറ്. നമ്മളുടെ ടൈം ഓറിയന്റേഷൻ, പ്ലേസ് ഓറിയന്റേഷൻ, പേഴ്സൺ ഓറിയന്റേഷൻ, ഇങ്ങനെയൊക്കെയുള്ള ഇതായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ. ഇതിലൊന്നും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ക്ലിനിക്കൽ ഇന്റർവ്യൂ എന്നുള്ള രീതിയിൽ നമുക്ക് പോകുന്ന സമയത്ത് ആ വ്യക്തിയുടെ ഇമോഷണൽ, കോഗ്നിറ്റീവ്, ബിഹേവിയറൽ ആസ്പെക്ട്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. ദെൻ അതിന്റെ ഹിസ്റ്ററി ഓഫ് ദ പേഴ്സൺ നോക്കണം. ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്ന ഓരോ സെക്ഷൽ സ്റ്റേജസിലൂടെ കടന്നു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ പേഷ്യന്റിന് ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ് മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫാമിലി റിലേഷൻഷിപ്പ്, മദർ ചൈൽഡ് റിലേഷൻഷിപ്പ്, പാരന്റിങ്ങിന്റെ പാറ്റേൺ, അക്കാദമിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഇതിന്റെയൊക്കെ ഒരു ഓൾ ടുഗദർ ഒരു കൺക്ലൂഷൻ ആയിട്ടാണ് നമ്മൾ കേസ് സ്റ്റഡി നടത്തുന്നത്. അതിൽ മെഡിക്കൽ ഹിസ്റ്ററി വരുന്നുണ്ട്, ഫാമിലി ഹിസ്റ്ററി വരുന്നുണ്ട്, സോഷ്യൽ ഹിസ്റ്ററി വരുന്നുണ്ട്. ഈ ഹിസ്റ്ററീസ് മുഴുവനും അയാളുടെ ഇമോഷണൽ പാറ്റേൺ, കോഗ്നിറ്റീവ് പാറ്റേൺ, ബിഹേവിയറൽ പാറ്റേൺ ഞാൻ തുടക്കം മുതൽ പറഞ്ഞ ഐ കോണ്ടാക്ട്, ബോഡി ലാംഗ്വേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നു. ഓരോ ഹെഡിങ്ങിലും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തന്നെ കൊടുക്കാൻ പറ്റണം. നോർമൽ അല്ലെങ്കിൽ ഓക്കെ, ഹെൽത്തി എന്നുള്ള ഒരു ചെറിയ വേർഡ് ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾ പല സ്ഥലത്തും ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും, പല സ്ഥലത്തും പല പാറ്റേണിലായിരിക്കും ഇന്റേൺഷിപ്പ് റിപ്പോർട്ട് വെച്ചിട്ടുണ്ടാവാം. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരിക്കണം നിങ്ങൾ ഈ സ്റ്റഡി മെറ്റീരിയൽ തന്നിട്ടുള്ള കേസിലെ ഓരോ ഹെഡിങ്ങും എഴുതേണ്ടത്. അതിൽ നിങ്ങൾക്ക് ഇപ്പം തോട്ട് കണ്ടന്റ് വാസ് അപ്രോപ്രിയേറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇത് അപ്രോപ്രിയേറ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്ന് വ്യക്തമാണ്. അപ്പൊ അതിന്റെ റീസണും വെക്കണം. ഇന്ന കാര്യങ്ങൾ കൊണ്ട് തോട്ട് അപ്രോപ്രിയേറ്റ് ആണ്, മൂഡ് ഡിപ്രസീവ് മൂഡാണ്, അല്ലെങ്കിൽ ഡിസ്തീമിക് അല്ലെങ്കിൽ സൈക്ലിക് ആയിട്ടുള്ള ഹാപ്പിനെസ്സും സാഡ്നെസ്സും സ്വിങ് ചെയ്ത് വരുന്നുണ്ട് എന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് അത് എന്തുകൊണ്ടാണ്, അത് നിങ്ങളുടെ ഒബ്സർവേഷനിൽ, നിങ്ങളുടെ ഫേഷ്യൽ ഫീച്ചേഴ്സിന്റെ ഒബ്സർവേഷൻസിൽ ഹാപ്പിനെസ്സും സാഡ്നെസ്സും ഒരേപോലെ കാണാൻ കഴിഞ്ഞു, അതുകൊണ്ട് ഒരു സ്വിങ്ങിങ് മൂഡാണെന്നോ അല്ലെങ്കിൽ ആ രീതിയിൽ എന്താണോ നിങ്ങൾ ഓരോ കേസിലും കണ്ടിട്ടുള്ളത് അത് ആ രീതിയിൽ തന്നെ എഴുതാൻ പറ്റണം. ദെൻ അതിന്റെ ഒരു കേസ് സ്റ്റഡി ആയിട്ട് അല്ലെങ്കിലും ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം അത് എഴുതാൻ.
ദെൻ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യും. എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന കാരണം കമ്മ്യൂണിക്കേഷൻ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. നിങ്ങളുടെ ഈ കേസ് സ്റ്റഡി, ക്ലിനിക്കൽ ഒബ്സർവേഷൻ, ക്ലിനിക്കൽ ഇന്റർവ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു സ്റ്റാറ്റസ് എന്താണ്? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് അതിൽ തോന്നിയിട്ടുള്ളത്? എന്തൊക്കെയാണ് മനസ്സിലായിട്ടുള്ളത്? ഏത് രീതിയിലാണ്, ഏത് മേഖലയിലാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്നും കൂടി ഒന്ന് പറയണം. ആരെങ്കിലും ഒന്ന് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു. ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ആക്കിയിട്ടേ നിങ്ങൾ ചെയ്തിട്ടുള്ള അവസ്ഥ, നിങ്ങളുടെ ക്ലിനിക്കൽ കേസ് സ്റ്റഡി റിപ്പോർട്ടുകളൊക്കെ എത്രത്തോളം നിങ്ങൾ ചെയ്തിട്ടുണ്ട്? കേസ് സ്റ്റഡിയിൽ പോയിട്ടുണ്ടോ? കേസ് സ്റ്റഡി എടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് കേസ് സ്റ്റഡി എടുത്ത് പരിചയമുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയായിരുന്നു. ആ എടുക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റിയിട്ടുണ്ടോ? ആരൊക്കെയാണ് ഉള്ളത് ഇപ്പം? ഹന, നിങ്ങൾ കേസ് എടുത്തിട്ടുണ്ടായിരുന്നോ? എവിടെയാണ് ഇന്റേൺഷിപ്പ് ചെയ്തത്? ലൂയിസ് മൗണ്ടില്. ഓക്കെ. അവിടുത്തെ ഫോർമാറ്റിൽ നിങ്ങൾ ഈ നിങ്ങളെ സ്റ്റഡി മെറ്റീരിയൽ തന്നിട്ടുള്ള എല്ലാ കണ്ടന്റും അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാവരുടെയും സിറ്റുവേഷൻ ഇത് തന്നെയാണെന്ന് വിചാരിക്കുന്നു. കേസ് സ്റ്റഡിയിൽ നിങ്ങൾക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള കുറെ ജാർഗൻസ്, മൈക്ക് ഓഫ് ചെയ്തോളൂ. ടെക്നിക്കൽ ആയിട്ടുള്ള കുറെ ജാർഗൻസ് അറിയണം. ടെക്നിക്കൽ ആയിട്ടുള്ള ജാർഗൻസ് പ്രധാനമായിട്ടും കോഗ്നിഷനായിട്ട് ബന്ധപ്പെട്ട ഹാലൂസിനേഷൻ, ഡെല്യൂഷൻ. ഹാലൂസിനേഷൻ പലതരത്തിലുള്ള ഹാലൂസിനേഷൻസ് ഉണ്ടാവും. ഓഡിറ്ററി ഹാലൂസിനേഷൻ ഉണ്ടാവും, ടാക്ടൈൽ ഹാലൂസിനേഷൻ ഉണ്ടായിരിക്കും. അത് ഓരോ കേസിലും ഓരോ പേഷ്യന്റിന്റെയും കണ്ടീഷൻ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അത് എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഡെല്യൂഷൻ പല ടൈപ്പ് ഉണ്ടായിരിക്കും. അത് ഏതാണ് ഉണ്ടെങ്കിൽ മാത്രം അത് എഴുതിയാൽ മതി. ഇല്ലാത്ത കാര്യത്തിൽ ഒബ്സർവേഷനിൽ അങ്ങനെ നോട്ട് ചെയ്തില്ല എന്നുള്ള രീതിയിൽ നമുക്ക് പോവാം. അതേപോലെ സൈക്കോ അനാലിറ്റിക് സ്റ്റേജസിലൂടെ നമ്മൾ കടന്നു വരുന്ന സമയത്ത് ഫിക്സേഷൻസിന്റെ പോസിബിലിറ്റീസ് ഉണ്ടാവാം. സെക്ഷൽ ആയിട്ടുള്ള ലൈഫ് ഹിസ്റ്ററീസ്, എന്തെങ്കിലും അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം, സെക്ഷലി ചൈൽഡ്ഹുഡ് അബ്യൂസ് ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മാരിറ്റൽ കോൺഫ്ലിക്ട്സ് ഉള്ള ഫാമിലിയിൽ വളർന്നു വന്ന കുട്ടികളായിരിക്കാം. ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഈ ഒരു പാത്തോളജിക്കൽ കണ്ടീഷനിലേക്ക് എത്തിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് എന്ന് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഈ കേസ് സ്റ്റഡി വായിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കുട്ടിക്കാലം മുതൽ ആ വ്യക്തി ഇപ്പൊ എത്തി നിൽക്കുന്ന അവസ്ഥ വരെയുള്ള ഓരോ സിറ്റുവേഷൻസും മനസ്സിലാക്കാൻ പറ്റണം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു വന്നു ഈ വ്യക്തി ഈ ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷന്റെ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിലേക്ക് എത്തി എന്ന രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. അതിൽ ഇമോഷൻ, കോഗ്നിഷൻ, ബിഹേവിയർ, ഈ 3 ഡയമെൻഷൻസിനെയും സ്പെസിഫിക് ആയിട്ട് അഡ്രസ് ചെയ്ത് പോവാം. ഓക്കെ. ഇനി ഞാൻ പറയൂ. ഒരു ഡൗട്ട് ഉണ്ട്. ഈ തോട്ട് എന്നുള്ള ഇതില് തന്നെ ഡിസ്റ്റർബൻസ്, സ്ട്രീം, പിന്നെ കണ്ടന്റ് ഓഫ് തോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതെ അതെ അതെ. അതിന്റെ വ്യത്യാസങ്ങൾ എങ്ങനെയാ, എന്താ വരുന്നത് മനസ്സിലായില്ല. ഓരോന്നും മനസ്സിലാക്കാൻ നിങ്ങൾ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. നമുക്ക് സ്ട്രീം ഓഫ് തോട്ട് എന്ന് പറയും. അപ്പോൾ നമ്മളുടെ ചിന്തകളിൽ ഒരു ചിന്തയിൽ നിന്ന് അടുത്ത ചിന്തയിലേക്ക് ഒരു ബന്ധമുണ്ട്. പരസ്പരം ലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ മെന്റലി ഇൻസൈൻ ആയിട്ടുള്ള ഒരാൾക്ക് അത് ഉണ്ടാവില്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുന്നു, ഇപ്പൊ രാവിലെ നിങ്ങൾ എന്ത് ഭക്ഷണം കഴിച്ചു എന്ന് ചോദിക്കുന്നു. അപ്പൊ ആ രാവിലെ എന്ത് ഭക്ഷണം കഴിച്ചു എന്നുള്ള ചോദ്യത്തിന് രാവിലെ കഴിച്ച ഭക്ഷണത്തിന് ഉള്ള ഒരു ഉത്തരമാണ് ഉണ്ടാവേണ്ടത്. അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു, നിങ്ങൾക്ക് എന്ത് ഭക്ഷണമാണ് കൂടുതൽ കഴിക്കാൻ ഇഷ്ടം എന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡുകൾ തരണം. അപ്പൊ അവർ ഏതെങ്കിലും ഒരു കാര്യം, ഇപ്പൊ ബിരിയാണിനെ കുറിച്ച് അവർ സംസാരിക്കുന്നു. എന്നിട്ട് അവർ അതുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ മറ്റൊരു വിഷയത്തിലേക്ക്, ഈ കോഴീനെ കുറിച്ച് സംസാരിക്കുന്നു. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോഴിക്കൂടിനെ കുറിച്ച് സംസാരിക്കുന്നു. അതുകൊണ്ട് എന്റെ വീട്ടിലൊരു കോഴി ഉണ്ടായിരുന്നു, ആ കോഴീനെ ഞാൻ ഈ പേരാണ് ഇട്ട് വിളിച്ചിരുന്നത്, അത് ചത്തുപോയി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരവരുടെ നമ്മൾ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് ടാൻജൻഷൻലി ഡീവിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അതിൽ നിന്ന് വഴിതെറ്റി തെന്നി വേറൊരു മേഖലയിലേക്ക് അവരുടെ മനസ്സിൽ ഉള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങും. അത് ഹെൽത്തി ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പൊതുവെ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ്. രസമായിട്ട് ഫ്രണ്ട്സ് ഒക്കെ സംസാരിക്കുന്ന സമയത്ത് സംസാരിക്കാന്ന്, അപ്പോഴും അതിനൊരു ബന്ധം ഉണ്ടായിരിക്കും. ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ സംസാരിക്കുന്നത്.
അപ്പൊ ഇത് മാനർ ഓഫ് സ്പീച്ചിൽ ഏതാ വരിക? പോകുമ്പോ മാനർ ഓഫ് സ്പീച്ചില് സ്പീച്ചിന് ഇത് മാർക്ക് ചെയ്യാണ്ടാവൂലേ? ഈ ടാൻജൻഷ്യലി പോകുമ്പോ മാനർ സ്പീച്ച് ക്വസ്റ്റ്യൻ ഒന്നും കൂടി ചോദിക്കൂ. ടാൻജൻഷ്യാലിറ്റി എന്നുള്ളത് സർ ഇപ്പോ സ്പീച്ച് ടാൻജൻഷ്യലി പോകുന്ന പറഞ്ഞില്ലേ, തോട്ട് സ്ട്രീം. അപ്പൊ സ്പീച്ചിന്റെ ഇതിൽ വരുമ്പോ ടാൻജൻഷ്യലി ഡിസിൻഡറിഗേറ്റഡ് സ്പീച്ച് ആണോ ആവുക ചോദിക്കാം? അത് ഓരോ സിറ്റുവേഷന് അനുസരിച്ച് നമ്മൾ അതിനെ കൺക്ലൂഡ് ചെയ്യണം. നമുക്ക് ഇപ്പോൾ ഓരോ സിറ്റുവേഷനിൽ ഏതാണ് അതിന്റെ ഡിസോറിയന്റഡ് ആയിട്ടുണ്ടായിരിക്കാം, ട്രെയിൻ ഓഫ് സ്പീച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, ടാൻജൻഷ്യാലിറ്റി ഉണ്ടായിരിക്കാം. അതിൽ മൾട്ടിപ്പിൾ പോസിബിലിറ്റീസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിലേക്ക്, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ സാധ്യതകൾ ഉണ്ടായിരിക്കും. ബ്ലണ്ട് ആയിട്ടുള്ള സ്പീച്ച്, ഒന്നും സംസാരിക്കാതിരിക്കാം, മ്യൂട്ട് ആവാം, ചില സമയത്ത് ഗ്യാപ്പ് ഇടാം, ഒന്നും മിണ്ടാതെ കുറെ നേരം നിൽക്കുന്നുണ്ടായിരിക്കും. അത് ഒരുപാട് സാധ്യതകളുണ്ട്. അത് നമുക്ക് ഓരോ കേസിലും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. ഇത്തരം പോസിബിലിറ്റീസ് ഉണ്ട്. ടാൻജൻഷ്യാലിറ്റി എന്നുള്ള ഒരു അവസ്ഥ ഉണ്ട്. റെയിൽ ഓഫ് തോട്ട് മിസ്സാവാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ എല്ലാം കണക്റ്റഡ്. ഇൻസൈറ്റ് എന്നുള്ള ഒരു വിഷയം ഉണ്ട്. ഇൻസൈറ്റിന്റെ ലെവല് എത്രത്തോളാണെന്ന് ഉള്ള വിഷയം ഉണ്ടാവും. ഇതൊക്കെ ബന്ധപ്പെടുത്തി എഴുതുന്ന സമയത്താണ് നമുക്ക് ഒരു ഹോൾ ഒരു പെർസെപ്ഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. തോട്ടിനെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ പോലെ സ്പീച്ചിനെ കുറിച്ച് ആലോചിക്കണം. അതിന്റെ ടെമ്പോ, ടോണ്, വോയിസിന്റെ ക്ലാരിറ്റി, അതൊക്കെ പറയുന്ന സമയത്ത് തന്നെ ഐ കോണ്ടാക്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഐ കോണ്ടാക്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കണം. അതിൽ ഗെയ്സ് ആണോ, സ്റ്റെയർ ആണോ, അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള താഴേക്കുള്ള ഒരു ഐ കോണ്ടാക്ട് ആണോ ഉണ്ട്, അവരുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ് വരുന്നത്. സർ ഇപ്പൊ പറഞ്ഞ സ്ട്രീമിൽ തന്നെ നോർമൽ, റിട്ടാർഡഡ്, ആക്സിലറേറ്റഡ് എന്നാ കാണിക്കുന്ന ഓപ്ഷൻസ് കൊടുത്തത്. ഇപ്പൊ റിട്ടാർഡഡ് എന്ന് പറയുമ്പോ പാസ്റ്റ് മറന്നു പോയതാണോ? റിട്ടാർഡഡ് അങ്ങനെയല്ല. റിട്ടാർഡഡ് മറന്നു പോവുന്നല്ല, അതിന്റെ എബിലിറ്റി ഇല്ല. കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി കുറവാണ് എന്നാണ്. കമ്മ്യൂണിക്കേഷന്റെ കപ്പാസിറ്റി കുറവാണ്. സംസാരിക്കുന്ന സമയത്ത് സംസാരിക്കാൻ വാക്കുകൾ സ്കേസിറ്റി ഉണ്ടാവാം, വാക്കുകളുടെ മീനിങ്ങിന്റെ കൺഫ്യൂഷൻ ഉണ്ടാവാം, വാക്ക് കിട്ടാതെ ആവാം, അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് വാക്കുകൾ ഉപയോഗിക്കാം, പരസ്പര ബന്ധമില്ലാതെ ഉപയോഗിക്കാം. അതാണ് റിട്ടാർഡഡ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ മെന്റലി റിട്ടാർഡഡ് എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഇന്നെബിലിറ്റി ആണ് കാണിക്കുന്നത്. സ്പീച്ചിലുള്ള ഇന്നെബിലിറ്റീസിലാണ് റിട്ടാർഡഡ്നെസ് എന്നുള്ള സിറ്റുവേഷൻ വരുന്നത്. ഒന്നുകൂടി പറയും. ആക്സിലറേറ്റഡ് എന്ന് പറയുമ്പോൾ വേഗം സംസാരിക്കും. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സ്പീഡായിട്ട് പറയാം. ഇങ്ങനെ നിർത്താതെ, ശ്വാസം കിട്ടാതെ വേഗം സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട് ചില ആൾക്കാർ. അവരോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു 30 സെക്കൻഡ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയും. നമുക്കൊന്ന് കേൾക്കാൻ പോലും സമയമില്ല. അവര് ശ്വാസം അടക്കാതെ, ഇപ്പൊ ഞാൻ ഇപ്പൊ സംസാരിക്കുന്ന പോലെ വേഗം ഞാൻ പറയുന്ന പോലെ അല്ല, അതിനേക്കാളും സ്പീഡിൽ. അപ്പൊ നമുക്ക് നോർമലി പോസിബിൾ അല്ല അത്രയും വേഗത്തിൽ സംസാരിക്കുക എന്നുള്ളത്. അത് നമ്മുടെ ഒരു സ്പീഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു പോസ് ഉണ്ടാവും, ഒരു ഇതുണ്ടാവും. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ സംസാരിക്കുന്ന സമയത്ത് അതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനേക്കാളും ഡീവിയേഷൻ സ്പീച്ചിലുണ്ടാവും. വളരെ വേഗത്തിൽ സംസാരിക്കുക, അതിൽ തന്നെ ഒരു ബന്ധം ഉണ്ടായിക്കൊള്ളുന്നില്ല. വേറെ ചിലപ്പം ഈ GS പ്രദീപിനെ പോലുള്ള ആൾക്കാർക്ക് സംസാരിക്കുന്നത് ഏറെക്കുറെ ആ ഒരു അവസ്ഥയിലാണ്. പക്ഷെ ആള് ഒരു പെർട്ടിക്കുലർ ടൈം ഓഫ് സ്പാനിൽ മാത്രം അങ്ങനെ സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു ഷോ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇവരെപ്പോഴും അങ്ങനെ സംസാരിക്കുക എന്ന് പറഞ്ഞത് ഒരു അബ്നോർമൽ കണ്ടീഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അത് ഇല്ലാതെ ആവാം, അല്ലെങ്കിൽ കൂടി നിൽക്കാം. 3 സാധ്യതകളാണ് ഉള്ളത്. ഒന്ന് കൂടുക, ഒന്ന് കുറയുക, പിന്നെ ഇതൊരു വേവി സ്വിങ്ങി ആയിട്ട് പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും. ചില സമയത്ത് മെല്ലെ സംസാരിക്കുക, സ്ലോ ആയിട്ട് സംസാരിക്കുക, കുറച്ച് കഴിയുമ്പോൾ വേഗത്തിൽ സംസാരിക്കുക. ഇതൊക്കെ പോസിബിൾ ആണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റണം. നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടോ, അതിന്റെ ഓരോന്ന് വേറെ ഏതെങ്കിലും ഇതുമായിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിന്റെ പൊസിഷനിൽ വരുമ്പോ തോട്ടിന്റെ ഇങ്ങനെ ബ്ലോക്കിംഗ്, ബ്രോഡ്കാസ്റ്റിംഗ്, വിഡ്രോവൽ. ഈ തോട്ടിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ തോട്ട് വേറെ ഏതോ ഒരാള്, അല്ലെങ്കിൽ വേറെ ഏതോ റേഡിയോയില്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒക്കെ ആരൊക്കെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ എന്റെ തോട്ടൊക്കെ
അപ്ലോഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു രീതിയിലുള്ള ചിന്തയാണ് തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന ആരൊക്കെയോ ഹൈജാക്ക് ചെയ്ത് പോകുന്നു. ഞാനൊരു ഐഡിയ വിചാരിച്ചുള്ളൂ, അപ്പോഴത്തേക്ക് അത് ആരൊക്കെയോ ഏറ്റെടുത്ത് നടത്തുന്നു. ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നാട്ടില് ആൾക്കാർക്കൊക്കെ മനസ്സിലാവേണ്ടത് എന്നുള്ള ഒരു ചിന്തയാണ്. അതായത് 4 വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെയാണ് ചിന്തിക്കുക. 4 വയസ്സുള്ള കുട്ടി മനസ്സിൽ ആലോചിക്കുന്ന കാര്യങ്ങൾ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അറിയുമെന്നാണ് കുട്ടി വിചാരിക്കുന്നത്. ഓക്കെ, 4 വയസ്സുള്ള സമയത്ത് നമ്മളുടെ ഒരു കോഗ്നേറ്റീവ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ബാക്കിയുള്ളവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതാണ്. അവിടെ ഫിക്സേറ്റഡ് ആയിട്ടുള്ള ഒരാൾ 40 വയസ്സായാലും ആ രീതിയിൽ ചിന്തിക്കും. അപ്പൊ അയാൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ ബാക്കി എല്ലാവരും അത് മനസ്സിലാക്കണം എന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് അയാൾക്ക് ഒരു ബുദ്ധിമുട്ടാവും. അപ്പൊ അയാൾ ആരൊക്കെയോ അത് അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ചിന്തിച്ചപ്പോഴേക്കും അത് വന്നു. ഇപ്പൊ കൊറോണ വരുന്ന ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു, അപ്പോഴത്തേക്ക് കൊറോണ വന്നു എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ബ്രോഡ്കാസ്റ്റിംഗ് വരിക. വിഡ്രോവൽ എന്ന് പറഞ്ഞാൽ എന്റെ തോട്ട് മുഴുവൻ തോട്ട് വിഡ്രോവൽ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് തോട്ടുകളില്ല, എന്റെ തോട്ടുകൾ മോഷണം പോയി, എന്റെ തോട്ടുകൾ നഷ്ടപ്പെടുന്നു എന്നൊക്കെയുള്ള ഒരവസ്ഥ. ബ്ലോക്കിംഗ് വരുന്നുണ്ട്. വേറെ ഏതാ നേരത്തെ പറഞ്ഞത്? ഇൻസേർഷൻ, എക്കോ. തോട്ട് ഇൻസേർഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചിന്തിക്കുന്നതൊന്നും എന്റെ തോട്ടല്ല, ആരോ എന്നിലേക്ക് ഇട്ടു തരുന്ന ചിന്തകളാണ്. ഞാൻ ഇതിൽ യാതൊരു പങ്കുമില്ല. ഞാൻ ഇപ്പൊ ചിലപ്പോൾ അയാൾ വളരെ മോശമായിട്ടുള്ള ചിന്ത, ഒരാളെ കൊല്ലണനെ കുറിച്ച് അയാൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അയാൾ പറഞ്ഞ് എനിക്ക് ഈ ചിന്തയില്ല, ഇത് വേറെ ആരോ എന്റെ മുകളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് തരുന്ന ചിന്തയാണ്. ആരോ കൂടോത്രം ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ ആരോ എന്നെ നിയന്ത്രിക്കണമെന്ന്. ഞാൻ വേറെ ആരുടെയോ നിയന്ത്രണത്തിലാണ്. എനിക്കിതിൽ യാതൊരു റോളും ഇല്ല. എന്റെ ചിന്തകളുടെ ഉത്തരവാദിത്തം എനിക്കല്ല. അത് ഒരു കുറ്റബോധം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ തോട്ട് എക്കോ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു കേവിലേക്ക് അങ്ങോട്ട് ഒരു സൗണ്ട് ഉണ്ടാക്കി അത് അതേപോലെ ഇങ്ങോട്ട് വരും. അപ്പം ഈ വ്യക്തികളോട് നമ്മൾ എന്തെങ്കിലും സംസാരിച്ചാൽ അവർ അതേപോലെ അത് ഇങ്ങോട്ട് തന്നെ സംസാരിക്കും. നിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ അയാൾ അതേപോലെ നിന്റെ പേരെന്താന്ന് ഇങ്ങോട്ട് ചോദിക്കും. ഓക്കെ, എന്തെങ്കിലും ഒരു ആൾ എന്തെങ്കിലും ഒരു പറഞ്ഞ കേട്ടാൽ അത് അയാൾ അതേപോലെ പറയാം. എക്കോ എന്നുള്ളൊരവസ്ഥ. ആരെങ്കിലും എന്തെങ്കിലും ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അതേപോലെ അയാളോട് മിമിക്രി പോലെ ചെയ്തിട്ട് അയാളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്ന് പോലെ അയാൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അയാൾ ആ കേട്ടത് അതേപോലെ എക്കോയിക് ആയിട്ട് ഉള്ളൊരു തോട്ട്സ് ആയിരിക്കും അയാൾക്ക് ഉണ്ടാവുക. അതുപോലെ റണ്ണിങ് കമന്ററി എന്നുള്ളൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരാള് അയാളുടെ തലയിൽ അയാളോട് ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ അയാൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെ വോയിസ് ആയിട്ട് വരാറുണ്ട്. അതേപോലെ ഇവരും ചില സ്കിസോഫ്രീനിക് കണ്ടീഷൻസിൽ ഹാലൂസിനേഷൻ എന്ന നിലയിൽ അവരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അത് അവര് പറയുന്നുണ്ടായിരിക്കും. വേറെ അവർക്ക് കേൾക്കുന്നുണ്ടാവും പറയുന്നത് അങ്ങനത്തെ കമന്ററി. ആക്ച്വലി EEG സ്റ്റഡീസ്, MRI സ്റ്റഡീസ് ഒക്കെ പറയുന്നത് ബ്രെയിനില് ഇത്തരം പേഷ്യൻസിന്റെ ഹാലൂസിനേറ്ററി പേഷ്യൻസിന്റെ ബ്രെയിനിലെ ഓഡിറ്ററി റിസപ്റ്റർ ഏരിയ ആക്റ്റീവ് ആണ് എന്നാണ്. ഓക്കെ, നമ്മുടെ ഇയർ ഡ്രമ്മിലെ ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അത് പ്രൈമറി ഓഡിറ്ററി റിസപ്റ്റർ ഏരിയയിലേക്കാണ് പോകുന്നത്. പക്ഷെ ഈ ഇയർ ഡ്രമ്മിൽ സൗണ്ട് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള റൂമിൽ നിൽക്കുന്ന സമയത്തും ഹാലൂസിനേഷൻ, ഓഡിറ്ററി ഹാലൂസിനേഷൻ ഉള്ള പേഷ്യന്റിന്റെ പ്രൈമറി ഓഡിറ്ററി റിസപ്റ്റർ ഏരിയ ആക്റ്റീവ് ആണ്. ആക്ച്വലി ഇയർ ഡ്രമ്മിൽ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ അങ്ങോട്ട് ചെല്ലുന്ന പോലെ തന്നെയാണ് ഇവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. ആക്ഷൻ പൊട്ടൻഷ്യൽ ആബ്സെന്റ് ആണെങ്കിൽ പോലും അത് വിഷ്വൽ ഹാലൂസിനേഷൻ ആണെങ്കിൽ കണ്ണില്ല, കണ്ണടഞ്ഞിരിക്കുകയാണ്. കണ്ണിൽ നിന്ന് റെറ്റിനയിൽ നിന്ന് സ്റ്റിമുലസ് ഒന്നും പോവാത്ത സമയത്തും അവരുടെ പ്രൈമറി വിഷ്വൽ റിസപ്റ്റർ ഏരിയ ആക്ടിവേറ്റഡ് ആവാണ്. അപ്പൊ എന്താന്ന് അവർക്ക് തോന്നുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ശരിക്കും റിയൽ ആയിട്ട് ഒരാളെ അല്ലെങ്കിൽ ഒരു വിഷ്വൽ ഇമേജ് കാണുന്ന പോലെ ഉണ്ടായിരിക്കും. നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ നമുക്ക് ആലോചിക്കാം. സോ നമ്മൾ മെമ്മറിയിൽ നിന്നാണ് ആ ഇൻഫർമേഷൻസ്, നമ്മളുടെ ഓക്സിപിറ്റൽ ലോബാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്, ഏറ്റവും ബ്രെയിനിൽ ഏറ്റവും പിറകിലുള്ള ഏരിയ. അപ്പോൾ മെമ്മറിയിൽ നിന്ന് വരുന്ന സമയത്ത് ബ്രെയിൻ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഇതൊരു ഇമാജിനേഷൻ ആണ്, ഇത് മെമ്മറിയിൽ നിന്ന് വന്നതാണെന്ന് ഇന്റർപ്രറ്റ് ചെയ്യും. പക്ഷെ ഈ റെറ്റിനയിൽ നിന്ന് എത്തുന്ന അതേ ഭാഗത്തേക്ക് ആ റെറ്റിനയിൽ നിന്ന് കണ്ണടച്ചിരിക്കുമ്പോഴും ഇൻഫർമേഷൻ ഒന്നും പോവാതിരിക്കുന്ന സമയത്തും ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ പിന്നെ വിചാരിക്കുക നമ്മളത് കണ്ടു എന്ന് തന്നെയായിരിക്കും. കാരണം ബ്രെയിനിന്റെ ഫങ്ഷനിങ് അങ്ങനെയാണ്. അതിലേക്ക് ഒരു ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ അത് പ്രോസസ് ചെയ്യും. പക്ഷെ ഇൻപുട്ട് ഇല്ലാതെയും അത് വരും. അത് അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. സോ അവരത് ശരിക്കും കണ്ടു എന്ന് തന്നെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ദേ റിയലി എക്സ്പീരിയൻസ് ദാറ്റ്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അവരുടെ ബ്രെയിൻ അങ്ങനെ ഡിസ്ഫങ്ഷൻ ആണ് എന്നാണ് അതിന് മനസ്സിലാക്കുന്നത്. ഓക്കെ, നമുക്ക്
സമയം ഇപ്പോ 9:30. ഈ കേസ് സ്റ്റഡി ക്ലിനിക്കൽ ഇവാലുവേഷൻ അതിൽ കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം എല്ലാം വളരെ സ്പെസിഫിക് ആയിട്ട് അതിൽ തന്നിട്ടുണ്ട്. മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷന്റെ ഓരോ ഹെഡിങ്ങും അതിൽ ഏതെങ്കിലും ഒരു ഹെഡിങ് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് പറയണമെങ്കിൽ പറയാം. കൂടുതൽ അതിൽ നമുക്ക് എല്ലാവരും ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നോക്കുക. എല്ലാവരും രാവിലെ ചായ കുടിച്ചോ, സമയം എന്തായി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇന്റലിജൻസ് ഒക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് പലരും തെറ്റിക്കാറുണ്ട്. വെറുതെ ഒരു IQ സ്കോർ ഒക്കെ എഴുതും. നിങ്ങൾ IQ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെ IQ ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു IQ സ്കോർ എഴുതരുത്. IQ ഇന്ന ഒബ്സർവേഷൻസിൽ മനസ്സിലായിന്നോ, അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചു അതുകൊണ്ട് IQ അപ്രോപ്രിയേറ്റ് ആണ് എന്ന രീതിയിൽ എഴുതാം. അല്ലാതെ IQ-നൊരു ആവറേജ് അല്ലെങ്കിൽ അബവ് ആവറേജ് എന്നുള്ളൊരു ഇന്റലിജൻസ് ടെസ്റ്റ് നടത്തിയ പോലത്തെ ഒരു റിസൾട്ട് കൊടുക്കാതിരിക്കുക. ആ മൊത്തം ഹോൾ കേസ് സ്റ്റഡിയിൽ ഒരു ഇന്റഗ്രിറ്റി ഉണ്ടാവണം. തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അവസാനം വരെ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം അല്ലെ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോളൂ. ഈ കേസ് ക്ലിനിക്കൽ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനും ക്ലിനിക്കൽ ഇന്റർവ്യൂവും ആയിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, ആസിഫ് എന്തെങ്കിലും ആരെങ്കിലും ചോദിക്കണേ ചോദിക്കാം. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ ലിങ്കും എല്ലാ വീഡിയോയും കണ്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഓൺലൈൻ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അതിൽ നമ്മൾ ചെയ്യുന്നത് ടെസ്റ്റുകൾ, ഓൺലൈൻ ടെസ്റ്റുകൾ, പേഴ്സണാലിറ്റി ടെസ്റ്റ്, അതേപോലെ 2-3 ലിങ്കുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ. എല്ലാവരും അത് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ആ സെൽഫ് അസസ്മെന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ പേഴ്സണാലിറ്റിയുടെ ബിഗ് 5 പേഴ്സണാലിറ്റി 5 ഡയമെൻഷൻസിലാണ് അതിൽ മെഷർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു റിസൾട്ടും സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ എക്സ്ട്രോവേഷൻ, ന്യൂറോട്ടിസം, ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ്, കോൺഷ്യന്റീഷ്യസ്നെസ്, ദെൻ ഓക്കെ, ഈ 5 ഡയമെൻഷൻസും എങ്ങനെയൊക്കെയാണ് ഉള്ളത്, എക്സ്ട്രോവേഷൻ, ന്യൂറോട്ടിസം, ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസസ്, കോൺഷ്യന്റീഷ്യസ്നെസ്, അഗ്രിയബിൾനെസ്, ഈ 5 ബിഗ് 5 പേഴ്സണാലിറ്റി ഡയമെൻഷൻ. പേഴ്സണാലിറ്റിയുടെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും OCAN എന്നറിയപ്പെടുന്ന ബിഗ് 5 പേഴ്സണാലിറ്റി. അതൊരു വെസ്റ്റേൺ കൺസെപ്റ്റ് ആണ്. ഒരു പേഴ്സണാലിറ്റിയിൽ ഇന്ത്യൻ കൺസെപ്റ്റ് ഇനേഷ്യ, ആക്ടിവേഷൻ, സ്റ്റെബിലിറ്റി എന്നുള്ള രീതിയിലാണ്, വെസ്റ്റേൺ കൺസെപ്റ്റിലാണ് ഇത് വന്നിട്ടുള്ളത്. വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി സ്കെയിലാണ്. അതിന്റെ സ്കോറ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ, അതിന്റെ ഇന്റർപ്രിട്ടേഷൻസിന്റെ പാറ്റേൺസ് മനസ്സിലാവണമെങ്കിൽ നിങ്ങളത് വേറൊരാൾക്ക് അയച്ചു കൊടുക്കുക, എന്നിട്ട് അയാളെ കൊണ്ട് ചെയ്യിക്കുക, അല്ലെങ്കിൽ വേറെ നിങ്ങളെ കൂടെയുള്ള ഒരാളെ കൊണ്ട് ചെയ്യിക്കുക. ആ ചെയ്ത് കിട്ടുന്ന റിസൾട്ടും നിങ്ങളുടെ റിസൾട്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പൊ അവരുടെ പേഴ്സണാലിറ്റി നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് വ്യത്യാസമായിരിക്കുന്നത്. നിങ്ങളിതിലൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ട ആൾക്കാരാണ്. നിങ്ങളുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യുക എന്നുള്ളത് ഇവിടെ ഒരു പ്രസക്തമായിട്ടുള്ള കാര്യമല്ല. നിങ്ങൾ മറ്റൊരാളെ കൊണ്ട് ഇത് ചെയ്യിക്കുകയാണ് ഏറ്റവും നല്ലത്. ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡയമെൻഷൻ നിങ്ങൾ മനസ്സിലാക്കുന്ന ആ ടെസ്റ്റിന് ഒരു ചെറിയൊരു ടെസ്റ്റാണ്. അതിൽ കൃത്യമായിട്ട് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ പ്രോസസ്സാണ്. അതിൽ 10 ഐറ്റം മറ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പെർസീവ്ഡ് സ്ട്രെസ് സ്കെയിൽ ഉണ്ട്. ദെൻ വേറെ പേഴ്സണാലിറ്റി ടെസ്റ്റ്, അതെല്ലാരും ചെയ്തിട്ടില്ലേ? ആരെങ്കിലും ചെയ്യാതെ ബാക്കി ഉണ്ടെങ്കിൽ അത് ചെയ്യണം. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ 5 പേഴ്സണാലിറ്റി ഡയമെൻഷൻസും കൃത്യമായിട്ട് മനസ്സിലാക്കാം. എക്സ്ട്രോവേഷൻ എന്ന് പറഞ്ഞാൽ ഡൈക്കോട്ടമിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് തന്നെയാണ്. അതിൽ
എക്സ്ട്രോവേർഷനും ഇൻട്രോവേർഷനും വരുന്നുണ്ട്. എക്സ്ട്രോവേർഷൻ മുതൽ ഇൻട്രോവേർഷൻ വരെയുള്ള ഒരു സ്കെയിലാണത്. എക്സ്ട്രീം എക്സ്ട്രോവേർഷനും എക്സ്ട്രീം ഇൻട്രോവേർഷനും പോസിബിൾ ആണ്. അതിന്റെ റെസ്പോൺസ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ലിക്വേർഡ് സ്കെയിൽ, LIKERT, ലിക്വേർഡ് സ്കെയിൽ പാറ്റേണിലാണ് അത് വരുന്നത്. അഗ്രി, ഡിസഗ്രി എന്നുള്ള 2 ഓപ്ഷൻസും അതിലുണ്ട്. ദെൻ ഒരു ന്യൂട്രൽ, പ്രത്യേകിച്ച് എനിക്കിതിൽ ഒരു അഭിപ്രായമില്ല എന്നുള്ള ഒരു ആൻസറും പോസിബിൾ ആണ്. ഇങ്ങനെ ഡൈക്കോട്ടമിക് ആയിട്ടുള്ള 5 പോയിന്റ് സ്കെയിൽ റെസ്പോൺസസിനെയാണ് ലിക്വേർഡ് സ്കെയിൽ എന്ന് വിളിക്കുന്നത്. അത് 7 പോയിന്റ് ആവാം, 9 പോയിന്റ് ആവാം, 3 പോയിന്റ് ആവാം. അഗ്രി, ഡിസഗ്രി എന്നുള്ള ഒരു യെസ് ഓർ നോ എന്ന് പറയുന്ന രീതിയിൽ വരാം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നുമില്ല എന്നുള്ള രീതിയിലും വരാം. ഈ ലിക്വിഡ് സ്കെയിലിൽ ഒരു പരിമിതി ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാല് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും ഇല്ല എന്നുള്ള ഒരു ആൻസർ അതിൽ പോസിബിൾ ആയതുകൊണ്ട് അധികം ആൾക്കാരും ആ നടുക്കുള്ള ആ ഓപ്ഷൻ, ഇപ്പോൾ ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ ഉള്ളത്, ഇംഗ്ലീഷിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ലെങ്കിൽ, അത് ഒരു ഡിസിഷൻ എടുക്കാൻ അയാൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അയാൾ അഗ്രി എന്നും പറയില്ല, ഡിസഗ്രി എന്നും പറയില്ല, നടുക്കുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും. അതേപോലെ ചില സമയത്ത് ഈ ഒരു ഇഷ്യൂ ഓവർകം ചെയ്യാൻ വേണ്ടി ഈ നടുക്കുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും ഇല്ല എന്നുള്ളത് റിമൂവ് ചെയ്തിട്ട് ഫോഴ്സ്ഡ് ചോയ്സ് എന്നുള്ള രീതിയിൽ അഗ്രി ഓർ ഡിസഗ്രി എന്നുള്ളത് മാത്രമായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോഴൊക്കെ കുറച്ചും കൂടി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. ഇതില് നമുക്കുള്ളത് ഈ 5 സ്കെയിലുകളാണ്. ഇതിൽ എക്സ്ട്രീം ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഈ 5 പേഴ്സണാലിറ്റി ഡയമെൻഷനും കൂടി ടെസ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ എക്സ്ട്രോവേർഷൻ എത്രയുണ്ട്, ഇൻട്രോവേർഷൻ എത്രയുണ്ട്, കോൺഷ്യന്റീഷ്യസ്നെസ് എത്രയുണ്ട്. കോൺഷ്യന്റീഷ്യസ്നെസ് എന്നുള്ള പേഴ്സണാലിറ്റി ഡയമെൻഷൻ നിങ്ങൾ വായിച്ച് നോക്കിയിട്ടുണ്ടോ? എന്താണ് അത്? അതിൽ 5 ഡയമെൻഷനും തറവായിട്ട് പഠിക്കണം. അതിൽ പ്രധാനമായിട്ടും ഈ തിയറട്ടിക്കൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എക്സ്ട്രോവേർഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി സിമ്പിൾ ആണ്. ബാഹ്യർമുഖം അല്ലെങ്കിൽ ആന്തർമുഖത്വം എന്നൊക്കെ രീതിയിൽ നമ്മൾ പൊതുവെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി പാറ്റേൺ ആണ്. കുറച്ചുകൂടി ഉറക്കെ സംസാരിക്കുക, കൂടുതൽ ആൾക്കാരോട് സംസാരിക്കുക, കൂടുതൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക, മനസ്സിലുള്ള ആശയങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ആയിരിക്കും എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത്. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, കുറച്ചുകൂടി റിസർവ്ഡ് ആയിരിക്കും. ഇന്റേണൽ തോട്ട്സും ഇന്റേണൽ ഇമോഷൻസും ഒക്കെ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് കുറവായിരിക്കും. അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സോഷ്യൽ റിലേഷൻഷിപ്പ് ആണ് ഉണ്ടാവുക. കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ കുറച്ച് റിസർവ്ഡ് ആയിരിക്കും, സോഷ്യൽ ആക്ടിവിറ്റീസിൽ റിസർവ്ഡ് ആയിരിക്കും. അതൊരു മോശമായിട്ട്, ഇതിൽ ഏതെങ്കിലും ഒന്ന് മോശമോ നല്ലതോ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിട്ട് നിങ്ങൾ കാണരുത്. അങ്ങനെ ഒരു പാറ്റേൺ പൊതുവെ വരാറുണ്ട്. ഇൻട്രോവേർഷൻ മോശമാണെന്നോ, ചില സ്ഥലത്ത് എക്സ്ട്രോവേർഷൻ മോശമാണെന്ന് കാണാറുണ്ട്. ഇതൊക്കെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആയിട്ട് കാണാം. ദെൻ കോൺഷ്യന്റീഷ്യസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഡർലിനെസ്, ഒരു സിസ്റ്റമാറ്റിക് പാറ്റേൺ ഓഫ് ബിഹേവിയർ, തോട്ട് ആൻഡ് ഇമോഷൻ. എല്ലാത്തിനും ഒരു പ്രോപ്പർ ചാനലിൽ കാര്യങ്ങൾ ചിന്തിക്കാം, ഒരു അച്ചടക്കം ഉണ്ടാവുക, പങ്ക്ച്വാലിറ്റി ഉണ്ടാവുക, ഓൺ ടൈമിൽ കാര്യങ്ങൾ ചെയ്യാം, ഷെഡ്യൂൾ ചെയ്ത് പ്രയോറിറ്റൈസ് ചെയ്ത് കാര്യങ്ങളെ സിസ്റ്റമാറ്റിക് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന പാറ്റേൺസിനെയാണ് കോൺഷ്യന്റീഷ്യസ്നെസ് എന്ന് പറയുന്നത്. അവര് കുറച്ചും കൂടി നീറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഓർഡർ ആയിട്ട് കാര്യങ്ങൾ അടുക്കും ചിട്ടയോടുകൂടി ചെയ്യാൻ കോൺഷ്യന്റീഷ്യസ്നെസ് എന്നുള്ള ആ ഒരു എലമെന്റ് കൂടുതലുള്ള ആൾക്കാർ ചെയ്യും. ഇത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അവർ മെസ്സി ആയിരിക്കും, അവർക്ക് ഒരു ഓർഡർ ഉണ്ടാവില്ല, അവർ ലേറ്റ് ആയിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക. അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ റെഗുലാരിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് അവർക്കൊരു നിർബന്ധമാണ്. അവർക്ക് എപ്പോഴും എന്തെങ്കിലും നോവലിറ്റി ആവശ്യമാണ്. അവർ ചെയ്ത കാര്യങ്ങൾ അതേപോലെ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരായിരിക്കും. അവർ കുറച്ചുകൂടി ക്രിയേറ്റീവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. കോൺഷ്യന്റീഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അതൊരു റിജിഡ് പാറ്റേൺ അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് പാറ്റേൺ ആണ്. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒന്ന് മനസ്സിലാക്കിയ അതിന് മറ്റേതും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പെർസീവ് ചെയ്തെടുക്കാൻ പറ്റും. അതിന്റെ ഓപ്പോസിറ്റ് കണ്ടീഷൻ. ദെൻ ന്യൂറോട്ടിസം എന്നുള്ളൊരു കണ്ടീഷൻ. അത് ഒരു ഇമോഷണലി ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള, ഇമോഷണലി കുറച്ചും കൂടി ഒരു ടെമ്പർ ടാൻട്രംസ് എന്നൊക്കെ നമ്മൾ തുടക്കത്തിൽ കുട്ടികളുടെ കാലം മുതൽ പറഞ്ഞ സിറ്റുവേഷൻസിൽ കുറച്ചും കൂടി വാശി അല്ലെങ്കിൽ ഇമോഷണലി ഹൈപ്പർ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ന്യൂറോട്ടിക് നേച്ചർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു
പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ആണ്. ഒരു പ്രോബ്ലം സൊല്യൂഷനിൽ ആങ്സൈറ്റി പോലുള്ള ഇഷ്യൂസ് ഉണ്ടാവും. ന്യൂറോട്ടിക് ആകുമ്പോൾ ഇമോഷണലി ലെസ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കും. കുറച്ചും കൂടി അഗ്രസീവായിട്ടും ഇമ്പൾസീവായിട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പാറ്റേൺസ് ഒക്കെ ഈ ന്യൂറോട്ടിക് ആയിട്ടുള്ള ഡയമെൻഷൻ കൂടി വരുന്ന സമയത്ത് വരും. ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പോകുന്നത്. ദെൻ അതിന്റെ അടുത്ത ഡയമെൻഷൻ വരുന്നത്, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണ്ടെങ്കിൽ ചോദിച്ചോളൂ. അഗ്രിയബിൾനെസ്. അഗ്രിയബിൾനെസ് എന്ന് പറയുന്നത് ഒരു കുറച്ചും കൂടി ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ലൈഫ് എക്സ്പീരിയൻസസിലൊക്കെ നോവൽറ്റി, പുതുമകളൊക്കെ വരുന്ന സമയത്ത്, സിറ്റുവേഷൻസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അഡാപ്റ്റബിൾ ആയിട്ട്, അതിനോട് ഫ്ലെക്സിബിൾ ആയിട്ട്, അതിനോടൊക്കെ ചേർന്ന് നിൽക്കാൻ പറ്റിയ, അല്ലെങ്കിൽ പുതിയൊരു അനുഭവം വരുമ്പോൾ, പുതിയൊരു വ്യക്തി വരുമ്പോൾ കുറച്ചും കൂടി വിശ്വാസ്യതയോടുകൂടി മറ്റുള്ള ആൾക്കാരായിട്ട് കുറച്ച് ട്രസ്റ്റ് എന്നുള്ള ഒരു വാല്യൂ ഡോമിനേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ കുറച്ചും കൂടി ഡെമോക്രാറ്റിക് പാറ്റേണിലൊക്കെ അണ്ടർസ്റ്റാൻഡിങ് ബിഹേവിയർ ലെവലിലൊക്കെ ഉണ്ടാവുന്ന അഗ്രിയബിൾ ഇൻ ദ സെൻസ് ദേ ആർ അഗ്രിയബിൾ ടു ദെയർ എൻവയോൺമെന്റൽ കണ്ടീഷൻ, ദെയർ ഫ്രണ്ട്സ്, ദെയർ ലൈഫ് സിറ്റുവേഷൻസ്, അതിന്റെ ഫ്ലക്ച്വേഷൻസ്, അതിന്റെ നോവൽറ്റി, ഇതിനോടൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ ഉള്ള കപ്പാസിറ്റി, അതിനോടൊക്കെ ഒത്തുപോകാനുള്ള അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള ഒരു എലിമെന്റിലൊക്കെ വരുന്ന പോസിബിലിറ്റീസ്. അത് കുറഞ്ഞിരിക്കുന്ന സമയത്ത് അവർക്ക് പുതുമകളോടെ ആങ്സൈറ്റി ഉണ്ടായിരിക്കും. അവർ കുറച്ചും കൂടി ഓർത്തഡോക്സ് പാറ്റേണിലായിരിക്കും പോകുന്നുണ്ടാവുക. നോവൽറ്റി വല്ലാതെ താല്പര്യപ്പെടുന്നുണ്ടാവില്ല. അവർക്ക് ഒരു കൺവെൻഷണൽ പാറ്റേൺ ഒക്കെ ആയിരിക്കും അവർ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടാവുക. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ഡയമെൻഷൻസ് ആണ്. പുതിയ ഒരു മാറ്റം വല്ലാതെ ഉൾക്കൊള്ളാൻ പറ്റാതെ ഇരിക്കുന്ന അവസ്ഥ. അഡ്ജസ്റ്റ്മെന്റ് പാറ്റേൺസിൽ കുറച്ച് പ്രോബ്ലംസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ദെൻ വേറെ നമ്മൾ ചർച്ച ചെയ്ത പേഴ്സണാലിറ്റി ഡയമെൻഷൻ, ബിഗ് 5 പേഴ്സണാലിറ്റി ഡയമെൻഷൻസിൽ ഇനി ഏതാണ് പറയാനുള്ളത്? കോൺഷ്യന്റീഷ്യസ്നെസ് പറഞ്ഞു, എക്സ്ട്രോവേഷൻ പറഞ്ഞു, ന്യൂറോട്ടിസം പറഞ്ഞു, അഗ്രിയബിൾനെസ് പറഞ്ഞു, ഓപ്പൺനെസ് പറഞ്ഞു, ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ്. നിങ്ങൾ ആരെങ്കിലും അത് സ്കോർ ചെയ്തോ? ആരെങ്കിലും ഒന്ന് സംസാരിക്കും. നിങ്ങൾ അതിന്റെ ആ പേഴ്സണാലിറ്റി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തന്ന റെസ്പോൺസ് ഒന്ന് വായിച്ചു നോക്കിയോ? ആരെങ്കിലും ഒന്ന് റിയാക്ട് ചെയ്യൂ. പേഴ്സണാലിറ്റി എന്നുള്ള കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കണം. പേഴ്സണാലിറ്റിയുടെ ഒരു ഹിസ്റ്ററി നോക്കണം. പേഴ്സണാലിറ്റിയുടെ ആൽബർട്ടിന്റെ പേഴ്സണാലിറ്റിയുടെ ഒരു ഡെഫിനേഷൻ തന്നെ അവർക്ക് ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ എന്ന രീതിയിൽ അത് വരുന്നുണ്ട്. ദെൻ കാറ്റിലിന്റെ 16 പേഴ്സണാലിറ്റി എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുള്ള പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് 16, അതായത് 32 ഡയമെൻഷൻസിലേക്കൊക്കെ ഡൈവേർജ് ചെയ്ത് പോയിട്ടുള്ള പേഴ്സണാലിറ്റീനെ 5 ഫാക്ടറിലേക്ക് കൺക്ലൂഡ് ചെയ്തിട്ടാണ് ബിഗ് 5 പേഴ്സണാലിറ്റി വരുന്നത്. സോ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് 5 ഫാക്ടേഴ്സിൽ വളരെ ഡെപ്ത് എക്സ്പ്ലനേഷൻസ് പോസിബിൾ ആണ്. ഒരുപാട് എക്സ്പ്ലനേഷൻസ് പോസിബിൾ ആണ്. അതിൽ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ നിങ്ങൾ ആ സ്കോർ ചെയ്ത് നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻസ് ഒന്ന് വായിച്ചു നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. അത് അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മെറ്റീരിയലിലേക്ക്, നിങ്ങളുടെ റിപ്പോർട്ടിലേക്ക് യൂസ് ചെയ്യാം. സോ നിങ്ങളത് 1-2 ആൾക്കാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 10 ആൾക്കാർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ 10 റിസൾട്ടുകൾ കിട്ടും. ഇപ്പം ഇൻ ഫ്യൂച്ചർ നിങ്ങൾ എക്സാമിനേഷന്റെ സമയത്ത് ഇത് ചെയ്യുന്ന സമയത്ത് ആരാണ് റെസ്പോണ്ട് ചെയ്യാന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ ഒരാളെ മാത്രം റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരാളുടെ റെസ്പോൺസ് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങൾ യെസ് പറഞ്ഞത് മറ്റൊരാൾ നോ ആണ് പറഞ്ഞത്, അല്ലെ അഗ്രി എന്നുള്ള ഡിസഗ്രി ആണ് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള റിസൾട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും. അത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ ആ ക്വസ്റ്റ്യനെയർ എടുക്കുക, എന്നിട്ട് കോൺഷ്യസ്ലി അതിൽ ഒരു ഡയമെൻഷൻ എക്സ്ട്രീം ആയിട്ട് ടിക്ക് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വായിക്കുക. ദെൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ ടിക്ക് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വായിക്കുക. അപ്പൊ ആ 2 റിസൾട്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 2 പേഴ്സണാലിറ്റിയുടെയും
കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് അതിൽ കിട്ടും. 2 ഡയമെൻഷൻസിന്റെയും ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അവരുടെ പാറ്റേൺസ് എന്തൊക്കെയാണ്. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ടൂള് നിങ്ങൾക്ക് ഒരു 5-10 ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരുടെ റെസ്പോൺസ് ഒന്ന് വായിച്ചു നോക്കാം. അതൊന്നും നിങ്ങളുടെ റിപ്പോർട്ടിലേക്ക് കൊണ്ടുവരണ്ട, പക്ഷെ അത് നിങ്ങൾക്ക് ആ പേഴ്സണാലിറ്റി ഡയമെൻഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാവാൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ജെന്യൂൻ ആയിട്ടുള്ള റെസ്പോൺസ് ആണെങ്കിലാണ് നമുക്ക് അതിൽ നിന്ന് ഒരു പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ പറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞ ഇഷ്യൂ ചിലപ്പോൾ അതിലുണ്ടാവാം. അവരുടെ ആംബിഗ്വസ് ആയിട്ടുള്ള റെസ്പോൺസസ് വരും. ചില ക്വസ്റ്റ്യൻസിന് അവർ അഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ചിലതിന് ഡിസഗ്രി എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരേ ട്രേറ്റില് അവർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും. അപ്പോൾ ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവും, അത് കുറഞ്ഞ ആൾക്കാരും ഒരേ ക്വസ്റ്റ്യനിൽ തന്നെ അവർ അങ്ങനെയും ഇങ്ങനെയും റെസ്പോണ്ട് ചെയ്തെന്ന് വരും. അപ്പോൾ അങ്ങനെയുള്ള ഇന്റർപ്രിട്ടേഷൻസ്, ഡിസ്കഷൻ എന്നുള്ളൊരു ഏരിയ ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരാ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണ്ടി വരും നിങ്ങൾക്ക് ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. അതായത് ഈ ടൂൾ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ടൂളാണ്. ഇതിൽ കുറച്ച് ഐറ്റംസേ ഉള്ളൂ. ഒരു ടെസ്റ്റിലെ ഐറ്റം, അതിന്റെ ക്വാണ്ടിറ്റി, ദെൻ അതിന്റെ ബയാസസ്, ആ റെസ്പോണ്ട് ചെയ്യുന്ന ആളുടെ ബയാസസ് വരും, നമ്മളുടെ ടൂളിന്റെ ലിമിറ്റേഷൻസ് വരും, അതിന്റെ ഇന്റർപ്രിട്ടേഷൻസിൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിഗണിക്കണം. അപ്പം എൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതാണ് സൈക്കോളജിയുടെ ഒരു സ്റ്റാൻഡേർഡ്. നമ്മളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് വലിയ ധാരണയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററി, നമ്മൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് എത്രത്തോളം അപ്രോപ്രിയേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അത് കാരണമാണ് നമ്മൾ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ആൻസറും കൊടുക്കും, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ആൻസറും കൊടുക്കും. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്ട്രോവേർട്ട് ആയിട്ട് റിപ്പോർട്ട് ചെയ്യും, അതേ ഫാക്ടറിനെ മെഷർ ചെയ്യുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഇൻട്രോവേർട്ട് ആയിട്ട് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ എക്സ്ട്രോവേർഷൻ ഇൻട്രോവേർഷൻ എന്നുള്ള 2 ഡൈക്കോട്ടമിയും നമ്മളിൽ ചിലപ്പോൾ ഉണ്ടായത് കൊണ്ടാവാം. അല്ലെങ്കിൽ നമ്മൾ ചില സമയത്ത് ഞാൻ ഒരു മാന്യനാണ് എന്ന് മറ്റുള്ള ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ ഒരു ശ്രമം നടത്തും. അതിന്റെ ഭാഗമായിട്ട് ഫേക്ക് ചെയ്യും. ഈ ഐറ്റംസിന് നല്ല ഉത്തരം കൊടുക്കാൻ എന്നെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്, അപ്പൊ ഞാൻ നല്ല ഒരാളാവണം എന്നുള്ള ഒരു സെൽഫ് സെർവിങ് ബയാസ് വരും. നമ്മളെ തന്നെ സേവ് ചെയ്തുകൊണ്ട് നമ്മളെ ഒരു മാന്യത നിലനിർത്താൻ നമ്മൾ ഈ സൈക്കോളജിക്കൽ ടെസ്റ്റുകളിൽ റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാർ ശ്രമിക്കും. അതിന്റെ ഭാഗമായിട്ട് അയാളുടെ പേഴ്സണാലിറ്റി തന്നെ ആയിരിക്കണമെന്നില്ല റിപ്പോർട്ട് ചെയ്ത് വരുന്നത്. അപ്പൊ ഇത് ഇന്റർപ്രിട്ടേഷനിൽ നിങ്ങൾ പരിഗണിക്കണം. പരസ്പരം കോൺട്രഡിക്ടറി ആയിട്ടുള്ള റെസ്പോൺസസ് അതിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ആ രീതിയിൽ തന്നെയാണ് സോഫ്റ്റ്വെയറിൽ റെസ്പോൺസ് ജനറേറ്റ് ചെയ്ത് വരുന്നത്. ഈസിയാണ്, നിങ്ങൾക്ക് ഇപ്പൊ ഇതിലൊന്നും ചെയ്യാനില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു 10 ആൾക്കെങ്കിലും നിങ്ങൾ കൊടുത്തിട്ട് ഇതിന്റെ വേരിയേഷൻസ് ഒന്ന് മെഷർ ചെയ്ത് നിങ്ങൾ അതിനെ കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ, ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ കൺഫ്യൂഷൻസ് ഡിസ്കഷൻസ് കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് പോവാം. പെർസീവ്ഡ് സ്ട്രെസ് സ്കെയിൽ, അതല്ലേ അടുത്തതുള്ളത്? ഇതാരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും സംസാരിക്കൂ, സമയം കുറവാണ്. നിങ്ങളത് ചെയ്തിട്ടുണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. ബിഗ് 5 പേഴ്സണാലിറ്റിയുടെ ആ ടൂള് പേര് പറഞ്ഞാലേ സംസാരിക്കുന്നാണെങ്കിൽ ഞാൻ ആരെ പേരാ പറയണ്ടത്? ഹുദ പറയൂ. ഹുദ, ഹബീബ, നല്ല റേഞ്ചുള്ള ആരെങ്കിലും സംസാരിച്ചാൽ നന്നായിരുന്നു. ഹന, ആരുമില്ലേ? ഓക്കെ, ഓക്കെ. ഞാൻ പെർസീവ്ഡ് സ്ട്രെസ് സ്കെയിലിലേക്ക് കിടക്കാണ്. പേഴ്സണാലിറ്റി, ഓക്കെ. സ്പീഡ് കൂടുതലാണോ? അതെ, നോട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്. ഓക്കെ, 2 മണിക്കൂർ കൊണ്ട് ഇത് മുഴുവൻ തീർക്കാനുള്ള ഓട്ടത്തിലാണ് ഞാൻ ശ്രമിക്കാം. റെക്കോർഡ് ചെയ്യുന്ന ഉണ്ടാവും, അത് വേണമെങ്കിൽ നമുക്ക് ഞാൻ ലിങ്ക് നിങ്ങൾക്ക് തരാൻ പറയാം. ഇതില് റെക്കോർഡിംഗ് കാണിക്കുന്നില്ല, അതാ ഞാൻ നോട്ട് ചെയ്യാന്ന് വെച്ചു. റെക്കോർഡ് ചെയ്യുന്നില്ലേ? നിങ്ങൾക്ക് ഫോണിലാണെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ഓൺ ആക്കിയാലും കുഴപ്പമില്ല. അപ്പൊ
അപ്പൊ ഞാൻ ചോദിച്ചത് ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പല്ലേ? നിങ്ങൾക്ക് തന്ന ലിങ്ക് വെച്ചിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ റെസ്പോണ്ട് ചെയ്ത ആൾക്കാരല്ലേ? അപ്പൊ അതിന് നിങ്ങൾക്ക് ഒരു റെസ്പോൺസ് ജനറേറ്റ് ചെയ്ത് വന്നത് വായിച്ചോ? അയക്കാണോ? വായിച്ചു നോക്കിയിരുന്നോ? നിങ്ങളുടെ റിസൾട്ട് കിട്ടിയില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ ആ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിന്റെ താഴെ റിസൾട്ട് വന്നില്ലേ? അത് വായിച്ചു അത് കണ്ടില്ലേ? നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ ഡയമെൻഷൻ. പറയൂ. കേൾക്കുന്നുണ്ടോ സാർ? കേൾക്കുന്നുണ്ട്. ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് മുഴുവൻ റെസ്പോണ്ട് ചെയ്യുമ്പോൾ റിസൾട്ട് എന്നുള്ളത് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ ഡയമെൻഷൻസ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഉത്തരം അത് വായിച്ചു നോക്കുന്ന സമയത്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസ് ആ സോഫ്റ്റ്വെയർ ജനറേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഉത്തരം നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ ഡയമെൻഷൻ എക്സ്ട്രോവേർഷൻ ഡോമിനേറ്റഡ് ആണ്, അല്ലെങ്കിൽ ന്യൂറോട്ടിസം ഡോമിനേറ്റഡ് ആണ്, ഇൻട്രോവേർഷൻ ഡോമിനേറ്റഡ് ആണ്, അല്ലെങ്കിൽ ആംബിഗ്വസ് ആണ് എന്നൊക്കെയുള്ള ടേംസ് ആണ് അതിൽ ഉണ്ടാവാൻ സാധ്യതകൾ. ഈ ആംബിഗ്വസ് എന്ന് പറയുന്നതിന്റെ ഒരു ഇഷ്യൂ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചില സമയത്ത് നമുക്ക് തന്നെ നിങ്ങൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷിലുള്ള വാക്കുകൾ അർത്ഥം അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കൊടുത്തത് ഉണ്ടാവാം. അത് നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റിയെ കുറിച്ച് ധാരണ ഇല്ലാത്തത് കൊണ്ട് മാറി കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ തെറ്റുകൾ അതിൽ വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ ചേർത്ത് വേണം നിങ്ങൾ അതിന്റെ ഡിസ്കഷൻ എഴുതാൻ. ഡിസ്കഷൻ എഴുതുന്ന സമയത്ത് ചെറിയൊരു ടൂളാണ്, അതുകൊണ്ട് തന്നെ അതിൽ ഓരോ ഐറ്റവും നിങ്ങൾ പരിഗണിക്കണം. അതിന്റെ പോസിബിലിറ്റീസ് ഇതൊക്കെയാണ് എന്നുള്ള രീതിയിൽ വേണം അത് ഡിസ്കസ് ചെയ്യാൻ. ഓക്കെ, ഇനി അടുത്ത സ്ട്രെസ് സ്കെയിലിലേക്ക് കടക്കാന്ന് വിചാരിക്കുന്നു. പേഴ്സണാലിറ്റിയുടെ ഇൻട്രൊഡക്ഷൻ അത് ഞാൻ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇൻട്രൊഡക്ഷൻ, പ്രോബ്ലം, ഹൈപ്പോത്തസിസ്, പ്രൊസീജിയർ, ഇങ്ങനെയൊക്കെയുള്ള ഓരോ സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ ഒരു പ്രാക്ടിക്കൽ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. അതൊന്നും മിസ് ചെയ്യേണ്ട കാര്യമില്ല, അതെല്ലാം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. അത് ഈ ഒരു ഇതില് ഇപ്പൊ പെർസീവ്ഡ് സ്ട്രെസ് സ്കെയിലാണെങ്കിൽ അതിന്റെ ഓതർ ആരാണ്, അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിന്റെ ഓതറിന്റെ പേര് ഇൻട്രൊഡക്ഷനിൽ, ആ ഡീറ്റെയിൽസ് ഒക്കെ ഇൻട്രൊഡക്ഷനിലാണ് കൊടുക്കേണ്ടത്. അതിന്റെ എത്ര ഐറ്റം ഉണ്ട്, അത് എങ്ങനെയാണ് ഓൺലൈനിലാണ് എന്നുള്ള കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനിൽ എഴുതണം. ദെൻ അത് എത്ര ടൈം, അതിന്റെ പ്രൊസീജിയർ അതെങ്ങനെയാണോ, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ പാർട്ടിസിപ്പന്റിന് അയച്ചു കൊടുത്തു, അയാൾ അത് അവിടെ നിന്ന് റെസ്പോണ്ട് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് നമ്മൾ ജനറേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ സാധാരണ ചെയ്യുന്ന രീതിയിലായിരിക്കില്ല പ്രൊസീജിയർ വരേണ്ടാവുക. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇത് തന്നെ പ്രൊസീജിയർ ആയിട്ട് എഴുതാം. അത് നിർബന്ധമാണ്. നിങ്ങൾ ഒരു ഹാർഡ് കോപ്പി അല്ല ചെയ്തത്, സോഫ്റ്റ് കോപ്പി വെച്ചിട്ടാണ് ഈ ടൂള് അഡ്മിനിസ്റ്റർ ചെയ്തതെന്ന് പ്രൊസീജിയറിൽ കൃത്യമായിട്ട് പറയണം. ഞാൻ അതിന്റെ റിസൾട്ട് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് ആയിട്ടുള്ള, നേരത്തെ കാര്യത്തിൽ ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് ആണ്, അതാണ് ഇവിടെ എഴുതുന്നതെന്നും കൃത്യമായിട്ട് പറയണം. സോഫ്റ്റ്വെയർ ജനറേറ്റഡ് ആയിട്ടുള്ള റിസൾട്ട് ആണിത്, ആ സോഫ്റ്റ്വെയറിന്റെ റിസൾട്ട് ഇങ്ങനെയാണ് തന്നത് എന്ന് പറയാം. ദെൻ അതിന്റെ മുകളിൽ നിങ്ങളുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ. ഇപ്പൊ ഈ ഒരു പേഴ്സണാലിറ്റി നിങ്ങളിപ്പോ നിങ്ങളുടെ ഒരു നെയ്ബറിനെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഈ നെയ്ബറിന്റെ പേഴ്സണാലിറ്റി ഒരു ഒബ്സർവേഷനിൽ ഇങ്ങനെയാണ് വന്നത്, അത് ഈ സോഫ്റ്റ്വെയർ ജനറേറ്റ് ചെയ്തെന്ന റിസൾട്ടോട് ചേർന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ അത് ഒബ്സർവ് ചെയ്തതെന്ന് വ്യത്യസ്തമാണ് എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീഡത്തിൽ കമന്റ് ചെയ്യാം. അതിന്റെ മുകളിൽ കമന്റ് ചെയ്യാം. അത് പേഴ്സണാലിറ്റി എന്നുള്ള ഡയമെൻഷനെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത്. അതിന്റെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൽപോർട്ട്, കാറ്റില്, ഐസെങ്ക്, ഇതേപോലെയുള്ള പേഴ്സണാലിറ്റിയിൽ റിസർച്ച് ചെയ്ത് സൈക്കോളജിസ്റ്റിന്റെ ഡീറ്റെയിൽസ്, അവരുടെ ഹിസ്റ്ററി, പേഴ്സണാലിറ്റി ടെസ്റ്റിന്റെ ഒരു ഹിസ്റ്ററി എഴുതണം. അതിൽ പേഴ്സണാലിറ്റിയുടെ ഡെഫിനിഷൻസ് എഴുതുക, പേഴ്സണാലിറ്റിയിലെ ബിഹേവിയറിസ്റ്റിക് എക്സ്പ്ലനേഷൻ, സൈക്കോ അനാലിറ്റിക് എക്സ്പ്ലനേഷൻ, ഫ്രോയിഡിന്റെ തിയറി ഒക്കെ ചെറുതായിട്ട് എഴുതാം, കുറച്ച് മതി. അത് ഫ്രോയിഡിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം അതിൽ കൊടുക്കാം. പേഴ്സണാലിറ്റി എന്നുള്ളത് സൈക്കോ അനാലിറ്റിക് എക്സ്പ്ലനേഷൻ എങ്ങനെയാണെന്ന് കൊടുക്കാം. ദെൻ ടെസ്റ്റിങ്ങിന്റെ ഹിസ്റ്ററിയിൽ 16 BF ഒക്കെ നിർബന്ധമായിട്ട് മെൻഷൻ ചെയ്യാം. ദെൻ നമ്മളെ ഈ ബിഗ് 5 പേഴ്സണാലിറ്റി അതിന്റെ ഒരു ഇത് എഴുതുക. ദെൻ ഇതൊക്കെ നിങ്ങൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ തിയറി മെറ്റീരിയലിൽ നിന്ന് അങ്ങനത്തെ കാര്യങ്ങൾ പേഴ്സണാലിറ്റി ചാപ്റ്ററിന്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷനിൽ കൊടുക്കുക. പേഴ്സണാലിറ്റി എന്താണെന്ന് നന്നായിട്ട് മനസ്സിലായെങ്കിൽ മാത്രമേ ആ
സ്കോർ എങ്ങനെയാണ് വന്നതെന്നും അതെങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാമെന്നും നമുക്ക് മനസ്സിലാവും. ദെൻ സ്ട്രെസ് എന്നുള്ള രീതിയിലേക്ക് കടക്കാം. ഇതൊരു ക്ലിനിക്കൽ ടേമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. പേഴ്സണാലിറ്റി അങ്ങനെയല്ല. പേഴ്സണാലിറ്റി അതൊരു നോർമൽ ഏതൊരാൾക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു ജനറൽ പോപ്പുലേഷനിൽ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. മേ ബി ക്ലിനിക്കലി നമ്മൾ അത് അഡ്മിനിസ്റ്റർ ചെയ്യാറുണ്ട്, പക്ഷെ പ്രത്യേകിച്ച് വേറൊരു പർപ്പസും ഇല്ലാതെ നമുക്കൊരു പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്താം. സ്ട്രെസ് എന്ന് പറയുന്ന പെർസീവ്ഡ് സ്ട്രെസ് സ്കെയിൽ എന്ന് പറഞ്ഞ ഒരു ക്ലിനിക്കൽ കണ്ടീഷനാണ് സ്ട്രെസ് എന്നുള്ളൊരു അവസ്ഥ. അത് ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്, എന്നാലും അത് നമ്മളൊരു ക്ലിനിക്കൽ കണ്ടീഷൻ ആയിട്ടാണ് കാണുന്നത്. എല്ലാവരും സ്ട്രെസ്ഫുൾ ആണ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. സ്ട്രെസ് ഉണ്ടോ എന്നുള്ള രീതിയിൽ ഒരു മെഷർമെന്റ് ആണ്. അതൊരു 10 ഐറ്റാണുള്ളത്. അതും ഈ പറഞ്ഞ പോലെ ഒരു നെവർ, ആൾമോസ്റ്റ് നെവർ, സംടൈംസ്, ഫെയർലി ഓഫൺ, വെരി ഓഫൺ എന്നുള്ള രീതിയിൽ ഒരു ലിക്വേർഡ് സ്കെയിലാണ് അതിന്റെ അസസ്മെന്റ് വരുന്നത്. അതും എഴുതണം കേട്ടോ. ലിക്വേർഡ് സ്കെയിൽ മെത്തേഡിലാണ് ഇത് വന്നിട്ടുള്ളതെന്ന് നിങ്ങൾ എഴുതണം. അത് റിസർച്ച് മെത്തേഡ്സിലെ ആറ്റിറ്റ്യൂഡ് സ്കെയിലാണ്. ഗട്ട്മാൻ സ്കെയിൽ, തേഴ്സ്റ്റൺ സ്കെയിൽ, ലിക്വേർഡ് സ്കെയിൽ എന്ന 3 സ്കെയിലുകളൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. അത് ലിക്വേർഡ് സ്കെയിലാണ് വന്നിട്ടുള്ളത്. അതിന്റെ ലിമിറ്റേഷൻസ്, അതിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്, ഇന്റർപ്രറ്റ് ചെയ്യാൻ ഈസിയാണ്, സ്കോർ ചെയ്യാൻ ഈസിയാണ്. ഇതിന്റെ സ്കോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവർ എന്ന ആൻസർ ചെയ്താൽ 0, വെരി ഓഫൺ ആൻസർ ചെയ്താൽ 4. അപ്പൊ ആർക്ക് വേണമെങ്കിലും ഇത് സ്കോർ ചെയ്യാം, വളരെ ഈസിയാണ് സ്കോറിംഗ്. ഇത് നിങ്ങൾ മാനുവലി തന്നെ സ്കോർ ചെയ്യേണ്ടി വരും. 10 ക്വസ്റ്റ്യനും നെവർ എന്നാണ് ആൻസർ ചെയ്തത്, നിങ്ങൾക്ക് 0 ആയിരിക്കും സ്കോർ കിട്ടുക. 10 ക്വസ്റ്റ്യനും വെരി ഓഫൺ എന്ന ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ 40 ആയിരിക്കും നിങ്ങൾക്ക് സ്കോർ കിട്ടുക. അപ്പൊ 0 to 40 ആണ് ഇതിന്റെ സ്കോർ വരുന്നത്. ഓക്കെ, മറ്റേ ആ സ്കോറിംഗ് ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, അത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായി. 0 to 40 ആണ് ഇതിന്റെ റേഞ്ച് വരുന്നത്. ഞാൻ അതിന്റെ മുകളിൽ ഒരു ഗ്രാഫ്, ഒരു ടേബിൾ നിങ്ങൾ കാണുന്നുണ്ടാവും. അതിൽ മെയില്, ഫീമെയില്, അതിന്റെ മീൻ അത് 12 എന്നുള്ള ആണ് മെയിലിന്റെ മീന്, 13.7 ആണ് ഫീമെയിലിന്റെ മീൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കൊടുത്തിട്ടുണ്ട്. ദെൻ ഏജ് 18 to 29 എന്നുള്ള രീതിയിൽ പല കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. റേസ് നിങ്ങൾ പരിഗണിക്കേണ്ട, നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല ഇവിടെ, അത് അപ്ലിക്കബിൾ അല്ല. നിങ്ങൾ റേസ് എന്നുള്ളത് ഒഴിവാക്കിയിട്ട് മറ്റ് 2 പാറ്റേൺസ് പരിഗണിച്ചിട്ട് വേണം ഇത് ഇന്റർപ്രറ്റ് ചെയ്യാൻ. നിങ്ങളുടെ സ്കോർ ഇപ്പൊ നിങ്ങൾ ചെയ്തിട്ടുള്ള, നിങ്ങളൊരു 35 വയസ്സുള്ള ഒരാളെയാണ് ചെയ്തെങ്കിൽ ആ 30-ന്റെയും 44 ഇടയിലുള്ള ആ സ്കോർ വെച്ചിട്ട് വേണം അതിന്റെ ആവറേജ് കാണാൻ. ആവറേജ് എന്താണെന്ന് അറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ 0 to 40 ആണ് ഇതിന്റെ സ്കോർ വരുന്നത്. അപ്പൊ ഇതിന്റെ ആവറേജ് എന്ന് പറഞ്ഞൊരു എന്താ പറയാ, എല്ലാവരും നോർമൽ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ, 0 to 40 എന്നുള്ള റെസ്പോൺസ് വരികയാണെങ്കിൽ 20 ആയിരിക്കും ആവറേജ്. ഓക്കെ, 100 ആൾക്കാർക്ക് കൊടുത്തു, 40 ആൾക്കാർക്ക് കൊടുത്തു. ആദ്യത്തെ ആള് 0, രണ്ടാമത്തെ ആള് 1, 40ാമത്തെ ആള് 40 എന്നുള്ള സ്കോർ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് സ്കോർ ചെയ്തെങ്കിൽ അതിന്റെ ആവറേജ് 20 ആണ്. അതായത് ടോട്ടൽ സ്കോറിനെ അതിന്റെ ടോട്ടലിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണല്ലോ ആവറേജ് വരുന്നത്. പക്ഷെ അങ്ങനെ സ്കോർ ചെയ്യാൻ നോർമലി സാധ്യതയില്ല. കാരണം ഒരു പെർസീവ്ഡ് സ്ട്രെസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ചില ആൾക്കാർക്ക് വളരെ കൂടുതലായിരിക്കും, ചില ആൾക്കാർക്ക് കുറവായിരിക്കും. അപ്പൊ അതിന്റെ ഒരു ആവറേജ് സ്കോർ കിട്ടിയിട്ടുള്ളത് മെയിലിനാണെങ്കിൽ 12 ആണ്, ഫീമെയിലിനാണെങ്കിൽ 13.7. അപ്പോൾ നിങ്ങളുടെ സ്കോർ ഇപ്പം ഒരു മെയിൽ 35 വയസ്സുള്ള മെയിലാണെങ്കിൽ അയാൾക്ക് 13 സ്കോർ കിട്ടാം. 13 സ്കോർ കിട്ടുകയാണെങ്കിൽ ആവറേജ് പെർസീവ്ഡ് സ്ട്രെസ് ആണ് ഇയാൾക്ക് ഉള്ളത് എന്ന് പറയാം. അതിന് മുകളിലേക്കാണ് അബവ് ആവറേജ് പെർസീവ്ഡ് സ്ട്രെസ് അല്ലെങ്കിൽ ബിലോ ആവറേജ് പെർസീവ്ഡ് സ്ട്രെസ് എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ആണ് ഇതിൽ വരുന്നത്. ഇതിൽ അധികം ഇന്റർപ്രിട്ടേഷൻസ് വരുന്നില്ല. സ്ട്രെസ്സിന്റെ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾ കൊടുക്കണം. സ്ട്രെസ്, പെർസീവ്ഡ് സ്ട്രെസ്. സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കൽ കണ്ടീഷനാണ്. ഒരു എന്താ പറയാ, ജോബ് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ഒരു ഇമോഷണലി ഫാമിലിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാരന്റിങ് അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ടെൻഷൻ എന്നൊക്കെ നമ്മൾ പൊതുവെ ഉപയോഗിക്കാറുണ്ടല്ലോ ടേം. അതാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു നമ്മളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ ഇൻഡിവിജ്വലിന്റെ കോഗ്നിറ്റീവ്, ഇമോഷണൽ, ബിഹേവിയറൽ പാറ്റേൺസിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന
ഒരു പ്രഷർ, ഒരു കാര്യം ചെയ്യത്തിന്റെ മുകളിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പ്രഷറാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. നമ്മളൊരു ഒരു ഒരു കയറെടുത്ത് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ആ കയറ് ചിലപ്പോൾ ഒരുപാട് വലിച്ചാൽ അങ്ങ് പൊട്ടിപ്പോകും. അത് പൊട്ടാൻ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിന് കിട്ടിയിട്ടുള്ള സ്ട്രെസ്സാണ്. അതിന്റെ കണ്ണികള് ബലം നഷ്ടപ്പെട്ട് അതിന് താങ്ങാൻ പറ്റുന്നതിനധികം ഫോഴ്സ് അതിൽ വരുന്ന സമയത്ത് അത് പൊട്ടിപ്പോകുന്നു. അത് പൊട്ടാതിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. പിന്നെ അത് അതിന് ആകെ ലൂസായി പോകുന്ന ഒരവസ്ഥയുണ്ട്. നമ്മൾ തീരെ ബലം കൊടുക്കുന്നില്ലെങ്കിൽ അത് ആ കയറിന്റെ ആ പാറ്റേൺ തന്നെ നഷ്ടപ്പെട്ട് അങ്ങനെ ലൂസായി പോകും. അപ്പോൾ ഒരു ഒപ്റ്റിമൽ ലെവൽ ഓഫ് സ്ട്രെസ് ആണ് ഇപ്പോൾ ഒരു മെന്റലി ഹെൽത്തി ആയിട്ടുള്ള പേഴ്സണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കുറച്ചൊക്കെ ഫ്ലെക്സിബിൾ ആയിട്ട് എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരവസ്ഥയാണ് മോഡറേറ്റ് ലെവൽ ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത്. യു സ്ട്രെസ്, ഡിസ്ട്രെസ് എന്ന 2 തരത്തിലുള്ള സ്ട്രെസ്സുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒരു പോസിറ്റീവ് ലൈഫ് ഇവന്റ് വരുന്ന സമയത്താണ് യു സ്ട്രെസ് ഉണ്ടാകുന്നത്. സപ്പോസ് നമുക്കൊരു ജോബ് പ്രമോഷൻ വന്നു. അപ്പോൾ ആ ഒരു ബാങ്കിൽ ഒരു ക്ലർക്ക് ആയിരുന്ന ഒരാള് ഒരു ബാങ്ക് മാനേജറായിട്ട് പ്രൊമോട്ടഡ് ആയെന്ന് വിചാരിക്കും. സോ അത് അയാളുടെ പേഴ്സണൽ ലൈഫിൽ കൂടുതൽ സാലറി, റെപ്യൂട്ടേഷൻ ഒക്കെ കിട്ടുന്ന സാധനമാണ്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ചെയ്തുകൊണ്ടിരുന്ന ആള് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ടാസ്കിലേക്ക് വരുന്നു. അവിടെ അയാൾ സ്ട്രെസ് അയാൾ അന്ന് അതുവരെ എക്സ്പീരിയൻസ് ചെയ്തതിനേക്കാളും കൂടുതൽ സ്ട്രെസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മൾ കാണും. കാരണം റെസ്പോൺസിബിലിറ്റീസ്, ടാസ്ക്, അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ. സോ പോസിറ്റീവ് ആയിട്ടുള്ള ലൈഫ് ഇവന്റ് ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന സ്ട്രെസ്സിനാണ് യു സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി ഇതേ ആൾക്ക് ഡിസ്ട്രെസ് ഉണ്ടാവും. നെഗറ്റീവ് ആയിട്ടുള്ള ലൈഫ് ഇവന്റിലൂടെ അയാൾ എക്സ്പീരിയൻസ്, അപ്പോൾ അയാൾക്ക് ജോലി നഷ്ടപ്പെട്ടു, അപ്പൊ ഒരു ജോലിയും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുകയാണ്. ആ സിറ്റുവേഷനിൽ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം അയാളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നഷ്ടപ്പെട്ടു, ഒരു ജോലിയില്ല, അയാൾ റിലാക്സ് ആയിട്ട് വെറുതെ ഇരിക്കാം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ആൾക്കാരെ കാണുക. ജോലി നഷ്ടപ്പെട്ട ആൾക്കാർ സ്ട്രെസ്ഡ് ആയിട്ടാണ് കാണുക. ജോലി നഷ്ടപ്പെട്ടു, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സാലറി ഇല്ല, വരുമാനം ഇല്ല എന്നൊക്കെയുള്ള രീതിയിൽ ഇപ്പോൾ ആൾക്കാർ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ കൊറോണ വന്ന സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ബിസിനസ് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയത്ത് അവർ റിലാക്സ് ചെയ്തിട്ട് കൂളായിട്ട് ഇരിക്കാം എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്താ പറയാ ലെസ് സ്ട്രെസ്ഡ് എന്ന് പറയും. ആ സമയത്ത് അവർ വളരെ കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുക, ഇതിനെക്കുറിച്ച് വ്യാകുലപ്പെടുക, ഇതിനെക്കുറിച്ച് ആങ്ഷ്യസ് ആവുക, ഇതിന്റെ മുകളിൽ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുക, അതിനു വേണ്ടി അറ്റംപ്റ്റുകൾ ചെയ്യുക, അതിനു വേണ്ടി ഇമോഷണലി, കോഗ്നിറ്റീവ്ലി, ബിഹേവിയറലി, സോഷ്യലി, സുഹൃത്തുക്കളായിട്ടും ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ വരുന്ന സമയത്ത് അത് സ്ട്രെസ് എന്നുള്ള സിറ്റുവേഷൻ ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇപ്പൊ ആ ഐറ്റംസ് ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാവാം. ഇതിൽ എത്രത്തോളം നമ്മളൊരു അവസാനം ഇത് ചെറിയൊരു ടൂളാണ്. ഈ ഓൺലൈൻ